ഹലോ ഹായ് എല്ലാ ഫാമിലീസിനും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ. ചപ്പാത്തി ഇത് തക്കാളിക്കറി. അപ്പോൾ നമുക്ക് നോക്കാം. ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു 10 മിനിറ്റ് നമുക്ക് കുഴച്ച് റെഡിയാക്കി വെക്കണം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ടുണ്ട്. ഇലയത്തിൻ്റെ പൊടിയാട്ടോ. ഇപ്പോൾ നന്നായി കുഴച്ച് നല്ല പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചധികം കുഴച്ചിട്ടുണ്ടെന്ന്. എപ്പോഴും ഇത്ര വേണ്ട, എന്താ വെച്ചെന്ന് ക്ലാസ്സില്ലല്ലോ, ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാമല്ലോ ചപ്പാത്തി. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുഴച്ച് പാകത്തിന് വെച്ചിരിക്കുകയാണ്. കുഴയ്ക്കുമ്പോൾ നമ്മൾ ചുടുവെള്ളത്തിലാണ് കുഴയ്ക്കുക. ചുടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നമ്മൾ പാകത്തിനാവുന്നവരെ കുഴച്ച് ഒരു സോഫ്റ്റ് ആവണവരെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണെങ്കിലും കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടില്ല. വേഗം നമുക്ക് കുഴച്ച് കയ്യിലേക്ക് കിട്ടും, പാകത്തിന് കിട്ടും. അങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് അത് കുഴച്ച് വെച്ചാൽ ബബ്ിൾസ് ഉണ്ടാവും. ചപ്പാത്തി നമ്മൾ പരത്തുമ്പോൾ നല്ല ബബ്ിൾസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇതാ 3 വലിയ പച്ചമുളക്, ഒരു 4-5 നേരാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4 തക്കാളി, ഒരു സവോള. ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഇതാട്ടോ തക്കാളി ചെറുതായി അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, സവോള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ. എന്നാലേ മണം കിട്ടും നമുക്ക്. എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റുമ്പോൾ നല്ല മണം കിട്ടും. അപ്പം ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നന്നായി ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് കടുക് 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ. ജീരകം കടുകൊക്കെ പൊട്ടി തുടങ്ങി. നമുക്ക് ഇഞ്ചി, കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ കൂടി ഇതാട്ടോ. നന്നായി ഒന്ന് സോഫ്റ്റായി വരട്ടെ കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇനി ഉള്ളി ഇടാം. ആ മണം കിട്ടാനാണ്. ഒന്ന് മൊരിഞ്ഞ പോലെ ആവട്ടെ പറഞ്ഞു. പച്ചമുളക്, ചെറിയുള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് ചെറിയുള്ളി ഇല്ലാത്ത കാരണമാണ് സവോള എടുത്തേക്കണത്. അപ്പോൾ ചെറിയുള്ളി ഉള്ളവർ ചെറിയുള്ളി എടുത്താൽ മതി. ഒരു 10 ചെറിയുള്ളി എടുത്താൽ മതി. അതാവുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയുള്ളിക്ക് പൊതുവേ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ സവോള നന്നായി കഴുകി ഉപയോഗിക്കുക. എല്ലാ പച്ചക്കറികളും കഴുകും നമ്മൾ, എന്നാലും ഒന്ന് നന്നായി കഴുകണം. സവോളയിൽ ഒരു കറുത്ത പൊടി പോലത്തെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വാടി വരട്ടെ. അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. വാടിയ മതി കേട്ടോ, നന്നായി വതക്കി വരണ്ട. ബ്രൗൺ കളറാവണ്ട, ഒന്ന് വാടിയ മതി. തക്കാളി ആഡ് ചെയ്തിട്ട് തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് അത് വെന്ത് വരുമ്പോൾ ഒന്ന് എണ്ണ കിണിഞ്ഞ് ഇതാട്ടോ. നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്.
നമ്മൾ പൊടിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് വാടി വരണം തക്കാളിയൊക്കെ കേട്ടോ. നന്നായി വഴറ്റി വരണം. ഇനി നമുക്ക് പൊടി ആഡ് ചെയ്യാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. നമുക്ക് നന്നായിട്ട് ഇത്ര മാത്രം വേണ്ടൂ കേട്ടോ. അധികം മസാലക്കൂട്ടൊന്നും വേണ്ട. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത്ര മാത്രം മതി. നന്നായി വഴറ്റി വന്നു. അങ്ങനെ കുഴഞ്ഞ രീതിയായി കണ്ടോ. അപ്പോഴാണ് നമുക്ക് ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ നല്ല തിക്നെസ്സുള്ള കറി കിട്ടും. ഇത് ഗ്രേവി പോലത്തെ കറിയാണ്. തക്കാളി ഗ്രേവി എന്നൊക്കെ പറയും. നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നമുക്ക് തിക്നെസ്സായിട്ട് കിട്ടേണ്ടതാണ്. നല്ല ഒട്ടഞ്ഞ് നല്ല തിക്നെസ് കിട്ടിയാലേ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ല കൊഴുക്കനെയുള്ള കറി കിട്ടും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം വെള്ളം ഒഴിക്കരുത്. അതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും മതി. നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. ഒന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല പോലെ കുറുകി വരും. അപ്പോൾ ഓക്കെ. ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഇനി പൊടി പൊട്ടി നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതാ കറി പാകമായി വരുന്നുണ്ട്. ഇതാണ്ട കുറുകി വന്നത്. നല്ല തിക്നെസ്സുള്ള കറിയാക്കി. അത് കുറുകി വരുന്നത് കുറച്ചും കൂടി ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പാകമാകും. അപ്പം നമുക്ക് ചപ്പാത്തി പരത്താം. ഞങ്ങളിങ്ങനെ ടൈലിൽ തന്നെ പരത്താം കേട്ടോ. പലകയൊക്കെ ഉണ്ട്. നല്ല ടൈലിലാവുമ്പോൾ നല്ല വേഗം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ചപ്പാത്തി ഷേപ്പൊന്നുമില്ല, എന്നാലും ഒരുവിധം വലിപ്പത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് മറിച്ചിടണം കേട്ടോ. എണ്ണയാക്കിയത് അങ്ങനെ പൊള്ളം വരുന്നില്ല കണ്ടോ. നമ്മുടെ കറിയൊക്കെ നല്ല തിക്നെസ്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ വേണം കറി. നമ്മൾ നല്ലപോലെ 2-3 മറി ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താലേ പൊള്ളം വരും കേട്ടോ. അതാ പൊള്ളം വരുന്നുണ്ട്. വേണ്ട, നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോഴേ നല്ല പോലെ വരും. എണ്ണയാക്കുമ്പോൾ പൊള്ളം വരില്ല. എണ്ണയില്ലാതെ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. നല്ല പൊള്ളവും വരും കേട്ടോ. ഒരു ഭാഗം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു ലൈറ്റ് ചൂടാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് നല്ല പോലെ പാകമായി കിട്ടും. ഇവിടെ എണ്ണ ആക്കിയതാണ് ഇഷ്ടം കേട്ടോ. എണ്ണയൊക്കെ നല്ലോണം തടവിയിട്ടുള്ളത് അതാണ് ഇഷ്ടം. എണ്ണയില്ലാത്ത ഇഷ്ടമല്ല. കുറച്ച് എണ്ണയെങ്കിലും തടവണം. അവർക്കതാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ എണ്ണ അധികം ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത് തന്നെയാണ്. വേണ്ടോ നല്ല പോലെ
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മറക്കരുത്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും വീഡിയോയിന് വല്ല കുറവോ കുറ്റങ്ങളോ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വായിച്ചിട്ട് അതിനുള്ളത് പറയാം. അപ്പോൾ മറക്കരുത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചപ്പാത്തി ഉള്ളിക്കറി റെഡി. കുഞ്ഞാറ്റ വെറുതെ കരയാണ് കേട്ടോ, വാശി പിടിക്കുക. അപ്പോൾ അതാണ് അവൾ അമ്മ പറഞ്ഞ് വെറുതെ വാശി പിടിക്കുകയാണ്. ഇതാ നമ്മളിങ്ങനെ ഒന്ന് തടവി കൊടുക്കട്ടോ, വെറുതെ ഒന്ന് തടവി കൊടുക്കും, എന്നിട്ട് നമ്മളിടുക, അല്ലാതെ എണ്ണയൊന്നും ആക്കണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ വേവിച്ച് ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ, അപ്പോഴേ നമുക്ക് നന്നായിട്ട് ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പോൾ ശരി, ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.